ഹലോ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് രാവിലെ ഞാൻ കുറച്ച് നേരത്തെ ഒന്ന് എഴുന്നേറ്റിട്ടുണ്ടായിരുന്നു. എക്സസൈസ് ചെയ്യണം, നടക്കണമായിരുന്നു. സാധാരണ എനിക്ക് ഇതൊക്കെ ചെയ്യാൻ ചില സമയത്ത് ഭയങ്കര മടിയാണ്. പക്ഷേ ഇന്നെന്തോ ഞാൻ കുറച്ച് നേരത്തെ എഴുന്നേറ്റു. അപ്പോൾ സൂര്യയൊക്കെ ഒന്ന് ഉദിച്ച് വരുന്നുണ്ട്. അപ്പോൾ ഞാൻ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. മീഷോ ഓർഡർ വന്നാൽ എങ്ങനെയാണ് അത് അക്സെപ്റ്റ് ചെയ്യുക, പിന്നെ ലേബിൾ ഡൗൺലോഡ് ചെയ്യുക. അതുവരെ ഞാൻ ആ ഒരു വീഡിയോയിൽ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ മുകളിൽ നിങ്ങൾക്ക് ആ ഒരു വീഡിയോ കാണാനായിട്ട് പറ്റും. അപ്പോൾ അതിൻ്റെ ലിങ്ക് ഞാൻ ഈ ഒരു വീഡിയോയുടെ അവസാനം കൊടുത്തേക്കാം. നിങ്ങളൊന്ന് കണ്ടു നോക്കിയിട്ട് ഈ ഒരു വീഡിയോ കാണുക. ഓക്കെ, അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ എങ്ങനെയാണ് ലേബിൾ ഡൗൺലോഡ് ചെയ്യുന്നത്, പിന്നെ അത് പ്രിൻ്റ് എടുക്കുന്നത്, പിന്നെ പ്രൊഡക്റ്റ് എങ്ങനെയാണ് പാക്ക് ചെയ്യുന്നത്, അതൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നത്. അപ്പോൾ എല്ലാവരും വീഡിയോ ഫുള്ളായിട്ട് കാണുക, സ്കിപ്പ് ചെയ്യരുത്, എല്ലാവർക്കും യൂസ്ഫുൾ ആവും. പിന്നെ നിങ്ങൾ എൻ്റെ പഴയ വീഡിയോസും കൂടെ ഒക്കെ ഒന്ന് കാണുക. അപ്പോൾ എനിക്ക് കഴിഞ്ഞ 2025 എനിക്കൊരു നല്ലൊരു പണി കിട്ടിയിട്ടുണ്ടായിരുന്നു. യൂട്യൂബ് ചാനലിൽ എനിക്ക് മോണിറ്റൈസേഷനൊക്കെ കട്ടായി പോയിട്ടുണ്ടായിരുന്നു. അത് പിന്നെ ഒരു ഓഗസ്റ്റൊക്കെ ആയപ്പോൾ തിരിച്ച് കിട്ടി. എന്നാലും ചാനൽ ഫ്രീസായി, ചാനലിൽ വ്യൂസ് ഒന്നുമില്ല. പിന്നെ ഇടയ്ക്ക് ഞാൻ അങ്ങനെ ചാനലിലോട്ട് പിന്നെ വീഡിയോസ് ഒന്നും ഇടാതെയായി. അപ്പോൾ എനിക്ക് വീണ്ടും $100 അച്ചീവ് ചെയ്യാനായിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ഹെൽപ്പ് ചെയ്യുക. എൻ്റെ പഴയ വീഡിയോസ് കൂടെ ഒക്കെ ഒന്ന് കാണുക. നമുക്ക് കൂടുതലും ഏർണിങ്സ് കിട്ടുന്നത് നമ്മുടെ വാച്ച് അവറിനെ അടിസ്ഥാനമാക്കിയിട്ടാണ്. എന്തുമാത്രം നമ്മൾ ആ വീഡിയോ കാണുന്നുണ്ട് എന്നുള്ളതിൻ്റെ ആ ഒരു എൻഗേജിങ് അനുസരിച്ചിട്ടാണ് നമുക്ക് വ്യൂസും കാര്യങ്ങളും കയറുക, ഏർണിങ്സ് ഒക്കെ കയറുക. അപ്പോൾ വെറുതെ ഒരു വ്യൂസിനെ മാത്രം അടിസ്ഥാനമാക്കിയിട്ടല്ല നമുക്ക് ഏർണിങ്സും കാര്യങ്ങളൊക്കെ കിട്ടുക. അപ്പോൾ എല്ലാവരും എൻ്റെ വീഡിയോസൊക്കെ എല്ലാം ഒന്ന് സ്കിപ്പ് ചെയ്യാതെ ഫുള്ളായിട്ടൊക്കെ എല്ലാവരും ഒന്ന് കാണുക. അപ്പോൾ എനിക്ക് $100 എന്തായാലും അച്ചീവ് ചെയ്യണം. അപ്പോൾ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ എന്തായാലും നമുക്ക് ഇന്നത്തെ വീഡിയോയിലേക്ക് കടക്കാം. എനിക്ക് മാർച്ച് 22-നായിരുന്നു ഈ ഒരു സിഫീഡിയം പ്ലാന്റിൻ്റെ ഓർഡർ കിട്ടിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അത് കുറച്ച് ദിവസമൊക്കെ ഒന്ന് ലേബിൾ ഡൗൺലോഡ് ചെയ്യാനായിട്ടൊരു ഡിലേ ഉണ്ടായിരുന്നു. പിന്നെ ഞാനത് നെക്സ്റ്റ് ഡേയിൽ അത് എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഓട്ടോമാറ്റിക്കലി തന്നെ അവർക്കത് അതിൻ്റെ ആ ഒരു റിക്വസ്റ്റും കാര്യങ്ങളും പോകും. അപ്പോൾ നമുക്കിവിടെ വീട്ടിൽ പ്രിൻ്റർ ഉള്ളതുകൊണ്ട് തന്നെ ഞാനത് പ്രിൻറ്റും കാര്യങ്ങളൊക്കെ അന്നേരം തന്നെ എടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ കുറേ ദിവസമായിട്ട് അവരെ വെയിറ്റ് ചെയ്തിരിക്കുകയായിരുന്നു. പിന്നെ എന്തായാലും അവരത് പിക്ക് ചെയ്ത് കൊണ്ടുപോയി. അപ്പോൾ അതിന് മുന്നേ ഞാൻ എങ്ങനെയാണ് പാക്ക് ചെയ്യുന്നത് എന്നൊക്കെയുള്ളതാണ് കേട്ടോ ഈ കാണിക്കുന്നത്. അഡ്രസ്സൊക്കെ ഞാൻ ബ്ലർ ചെയ്തേക്കാണ്. പിന്നെ നെക്സ്റ്റ് ഡേയിൽ വീണ്ടും എനിക്ക് ഇതിൻ്റെ തന്നെ ഒരു ഓർഡർ കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് നിങ്ങൾക്ക് കാണുന്നുണ്ടെന്ന് തോന്നുന്നു. കണ്ടില്ല, ഞാനത് ഡൗൺലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് റെഡി ടു ഷിപ്പിലോട്ട് വന്നിട്ടുണ്ട്. ഇനി അവിടെ നിന്ന് ഷിപ്പിഡിലേക്ക് പോകണമെന്നുണ്ടെങ്കിൽ അത് പിക്കപ്പ് ആവണം. അപ്പോൾ അതും ഞാനിതുപോലെ തന്നെ എല്ലാം പാക്ക് ചെയ്ത് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അതിൻ്റെ അഡ്രസ്സ് ഞാൻ കാണിക്കുന്നില്ല. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഞാൻ പറയുന്നത് വെച്ചാൽ അത് പേയ്മെൻറ്റിൻ്റെ കാര്യങ്ങളാണ് കേട്ടോ. അത് മെനു നമ്മൾ ഓപ്ഷനിലേക്ക് പോവുക. അവിടെ നിന്ന് പേയ്മെൻറ്റ്സിലേക്ക് പോയി കഴിഞ്ഞാൽ നമുക്ക് കംപ്ലീറ്റഡ് പേയ്മെൻറ്റ്സ് എന്ന് പറഞ്ഞ ഒരു ഓപ്ഷനിലേക്ക് എത്തും. കണ്ടില്ലേ, അവിടെയാണ് എൻ്റെ പേയ്മെൻറ്റ്സ് എല്ലാം കംപ്ലീറ്റഡ് ആയിട്ടുള്ളത്. പിന്നെ ബാക്കി ഒരു 7 ഡേയ്സ് ഒരു റിട്ടേണിംഗ് പീരീഡ് കഴിഞ്ഞിട്ടാണ് നമുക്ക് ശരിക്കും പേയ്മെൻറ്റും കാര്യങ്ങളും വരിക. അപ്പോൾ അത് ഓട്ടോമാറ്റിക്കലി നമ്മുടെ ബാങ്ക് അക്കൗണ്ടിലോട്ട് പോകും. അപ്പോൾ ഞാൻ എൻ്റെ പേയ്മെൻറ്റും കാര്യങ്ങളൊന്നും ഇവിടെ റിവീൽ ചെയ്യുന്നില്ല. ഇവിടെ കാണുന്ന ഈ അപ്കമിങ് പേയ്മെൻറ്റ്സ് എന്നുള്ളത് ഇനി എനിക്ക് നെക്സ്റ്റ് കിട്ടാനായിട്ടുള്ളതാണ്. അപ്പോൾ അതൊരു റിട്ടേണിംഗ് പീരീഡ് കഴിയുമ്പോൾ നമുക്ക് എത്ര എമൗണ്ട് ആണെന്നുള്ളത് അവിടെ കാണും. ചില സമയത്ത് ബാങ്ക് ഹോളിഡേയ്സോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ഈ ഒരു പേയ്മെൻറ്റ് ഡിലേ ആവാറുണ്ട്. എനിക്കും അങ്ങനെ വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ അത് ക്ലിയർ ആയിട്ട് കിട്ടിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ മീഷോയിൽ പ്ലാൻസ് സെയിൽ ചെയ്യുന്നതിനെക്കുറിച്ചും അതിൻ്റെ കോഡും കാര്യങ്ങളും ഒക്കെ ഞാൻ കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ വീഡിയോയിൽ കുറച്ച് കമൻസുകളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിന് ഞാനിപ്പോൾ റിപ്ലൈ തരാം. അപ്പോൾ ആദ്യം തന്നെ ഒരാൾ ചോദിച്ചിട്ടുള്ളത് മീഷോയിൽ ഇങ്ങനെ സപ്ലയർ പാനൽ അക്കൗണ്ട് തുടങ്ങുമ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണമെന്നുള്ളതാണ്. നമ്മൾ ഒരു സപ്ലയർ അക്കൗണ്ട് തുടങ്ങാനായിട്ട്, അതായത് മീഷോയിൽ തുടങ്ങാനായിട്ട് നമുക്ക് എൻറോൾമെൻറ്റ് ഐ ഡി വെച്ചിട്ട് പറ്റും. അതുപോലെ തന്നെ GST നമ്പർ വെച്ചിട്ട് നമുക്ക് പറ്റും. ഇപ്പോൾ ഫ്ലിപ്കാർട്ട് അല്ലെങ്കിൽ ആമസോൺ അവിടെയൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് GST നമ്പർ ഉപയോഗിച്ച് മാത്രമേ നമുക്ക്
ഈ സപ്ലയർ അക്കൗണ്ട് ഓപ്പൺ ചെയ്യാനായിട്ട് പറ്റൂ. പക്ഷേ മീഷോയിൽ നമുക്ക് അവർ ഒരു നല്ലൊരു അവസരം തരികയാണ്. നമുക്ക് എൻറോൾമെൻറ്റ് ID വെച്ചിട്ട് നമുക്കിത് ഓപ്പൺ ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ ഈ എൻറോൾമെൻറ്റ് ID എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഓൺലൈനിൽ പ്രൊഡക്ട്സുകൾ വിൽക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഗവൺമെൻറ് നൽകുന്ന ഒരു ID ആണിത്. അപ്പോൾ അങ്ങനെയുള്ളപ്പോൾ നമ്മൾ ഏത് സ്റ്റേറ്റിലാണോ ഉള്ളത് അവിടെ മാത്രമേ നമുക്ക് സെയിൽ ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ. ഇത് മറ്റ് സംസ്ഥാനങ്ങളിലോട്ട് നമുക്ക് സെയിൽ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് GST നമ്പർ ആവശ്യമാണ്. GST എന്ന് പറഞ്ഞാൽ നികുതിയാണ്, നമുക്ക് നികുതി ഈടാക്കും. അപ്പോൾ എൻറോൾമെൻറ്റ് ID വെച്ചിട്ട് മാത്രമാണ് നമ്മൾ അക്കൗണ്ട് എടുക്കുന്നതെന്നുണ്ടെങ്കിൽ, നമ്മൾ കേരളയിലാണ് നമ്മളുള്ളതെന്നുണ്ടെങ്കിൽ നമുക്ക് കേരളത്തിൽ മാത്രമേ ചെയ്യാൻ പറ്റത്തുള്ളൂ. ഇനി വേറൊരു സ്റ്റേറ്റിലാണ് നിങ്ങളുണ്ടെങ്കിൽ ആ ഒരു സ്റ്റേറ്റിൽ മാത്രമേ നിങ്ങൾക്ക് നിങ്ങളുടെ പ്രൊഡക്ട്സുകൾ സെയിൽ ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ. പിന്നെ ചിലർ ചോദിച്ചതാണ് എങ്ങനെയാണ് ഈ ഒരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുന്നത്, അതിനെക്കുറിച്ചൊന്ന് പറഞ്ഞു തരാമെന്നുള്ളത്. അപ്പോൾ നിങ്ങൾ ജസ്റ്റ് ഒന്ന് യൂട്യൂബിൽ സെർച്ച് ചെയ്ത് നോക്കുക. അപ്പോൾ ഞാനാണെന്നുണ്ടെങ്കിലും ഈ ഒരു സപ്ലയർ അക്കൗണ്ട് തുടങ്ങിയത് ഒരു ചേച്ചിയുടെ വീഡിയോ കണ്ടിട്ടൊക്കെയാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് അങ്ങനെ അത് കണ്ടിട്ട് നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. അങ്ങനെ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സും കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ എന്നോട് ചോദിക്കുക. ഞാൻ അറിയാവുന്ന കാര്യങ്ങളൊക്കെ പറഞ്ഞുതരാം. പിന്നെ കുറച്ച് കാര്യങ്ങൾ ഞാൻ ഈ ഒരു വീഡിയോയിൽ പറയുന്നുണ്ട്. ഇപ്പോൾ എനിക്ക് അങ്ങനെ ഒരു വീഡിയോ ചെയ്യാൻ പറ്റാത്തത് ഇപ്പോൾ അതിൻ്റെ വിഷ്വൽസും കാര്യങ്ങളും കൂടെ ഒക്കെ കാണിക്കേണ്ടി വരും. അപ്പോൾ എന്നാലല്ലേ നമുക്ക് കുറച്ചും കൂടെ മനസ്സിലാകത്തുള്ളൂ. ഇപ്പോൾ നമ്മൾ ജസ്റ്റ് ഇങ്ങനെയാണ് ചെയ്യുന്നത് എന്നൊക്കെ പറഞ്ഞു വരുമ്പോൾ എല്ലാവർക്കും ഒരു ഡൗട്ട് ഉണ്ടാവും. അപ്പോൾ നമ്മളൊന്ന് ചെയ്ത് നോക്കുക. അപ്പോൾ നിങ്ങൾക്ക് അങ്ങനെ ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് എന്തെങ്കിലും ഡൗട്ട്സ് കാര്യങ്ങളൊക്കെ വരികയാണെന്നുണ്ടെങ്കിൽ ചോദിക്കുക. ഞാൻ അറിയാവുന്ന കാര്യങ്ങൾ ഷെയർ ചെയ്ത് തരാം. പിന്നെ പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കിപ്പോൾ ഒരു ഫോൺ നമ്പർ വെച്ചിട്ട് ഒരു സപ്ലയർ അക്കൗണ്ട് മാത്രമേ തുടങ്ങാനായിട്ട് പറ്റത്തുള്ളൂ. ഒന്നിലധികം ഒന്നും നമുക്ക് തുടങ്ങാനായിട്ട് പറ്റത്തില്ല. ഇപ്പം നമ്മളത് നമ്മൾ GST നമ്പറോ അല്ലെങ്കിൽ ഇപ്പം എൻറോൾമെൻറ്റ് ID വെച്ചിട്ടാണെങ്കിലും ഇപ്പം നാളെ ഒരു സമയത്ത് നമ്മുടെ ഈ ഒരു അക്കൗണ്ട് ബ്ലോക്കായി പോവുകയാണ് അല്ലെങ്കിൽ സസ്പെൻഡഡ് ആയി പോവുകയാണെന്നുണ്ടെങ്കിലും വീണ്ടും നമുക്ക് ഇതേ ഫോൺ നമ്പർ വെച്ചിട്ട് പറ്റത്തില്ല. അപ്പോഴും നമ്മൾ വീണ്ടും പുതിയ ഫോൺ നമ്പറും പുതിയ GST നമ്പർ അല്ലെങ്കിൽ എൻറോൾമെൻറ്റ് ID ഒക്കെ വെച്ചിട്ട് മാത്രമേ നമുക്ക് വീണ്ടും അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ. അപ്പോൾ നമ്മൾ ഉള്ള അക്കൗണ്ട് നല്ല രീതിയിൽ കൊണ്ടുപോകാനായിട്ട് ശ്രമിക്കുക. അതിൽ സസ്പെൻഷനോ അല്ലെങ്കിൽ ബ്ലോക്ക് ആവാതിരിക്കാനായിട്ട് നമ്മൾ ശ്രദ്ധിക്കുക. പിന്നെ ഈ ഒരു എൻറോൾമെൻറ്റ് ID നമുക്ക് എങ്ങനെയാണ് കിട്ടുന്നതെന്നൊരു ഡൗട്ട് ഉണ്ടാവും. അപ്പോൾ അത് ക്രിയേറ്റ് ചെയ്യാനായിട്ട് നമുക്ക് പാൻ നമ്പർ കൊടുക്കേണ്ടി വരും. ഇത് പാൻ അഡ്രസ്സ്, അതുപോലെ തന്നെ അതിലെ നെയിം, ഇമെയിൽ ID ഇതെല്ലാം നമുക്ക് വേണം. അപ്പോൾ ഇതൊക്കെ വെരിഫൈ ചെയ്ത് കഴിയുമ്പോൾ അത് വേറെ കുറേ കാര്യങ്ങളൂടൊക്കെ ഉണ്ട്. അപ്പോൾ നിങ്ങൾ ഈ ഒരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുമ്പോൾ നമ്മൾ എന്തായാലും ഫോൺ നമ്പർ വെച്ചിട്ടാണ് നമ്മളിത് തുടങ്ങുന്നത്. അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് ഓരോ സെഷൻസ് ഒക്കെ കഴിഞ്ഞ് വരുമ്പോൾ ഈ ഒരു പാൻ നമ്പർ കാര്യങ്ങളൊക്കെ കൊടുക്കേണ്ടി വരും. അപ്പോൾ ഇതെല്ലാം വെരിഫൈ ചെയ്ത് വരുമ്പോൾ നമുക്ക് ഈ ഒരു എൻറോൾമെൻറ്റ് നമ്പർ നമുക്ക് ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ ഇങ്ങനെ ഒരു അക്കൗണ്ട് തുടങ്ങാൻ വേണ്ടിയിട്ട് നമുക്ക് പാൻ നമ്പർ നിർബന്ധമാണ്. പിന്നെ ഒരാൾ കമൻറ്റ് ചെയ്തതാണ് ഇങ്ങനെയൊക്കെ മീഷോയിൽ സെയിൽ ചെയ്യാനായിട്ട് പറ്റുമോ, ഇതൊക്കെ സത്യമാണോ എന്നൊക്കെ ഉള്ളത്. നിങ്ങളൊന്ന് യൂട്യൂബിലൊന്ന് സെർച്ച് ചെയ്ത് നോക്കുക മീഷോ സപ്ലയർ പാനൽ. ഇത് പല ഭാഷകളിൽ ഇതിനെക്കുറിച്ചുള്ള കുറേ വീഡിയോസ് ഉണ്ട്, മലയാളത്തിലാണെങ്കിലും ഒക്കെ ഉണ്ട്. ഇപ്പോൾ ഞാനാണെങ്കിലും അങ്ങനെ കണ്ടിട്ടാണ് ഇതിനെക്കുറിച്ച് അറിയുന്നതും ഇങ്ങനെ ഈ ഒരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്തതും ഒക്കെ. നിങ്ങളൊന്ന് സെർച്ച് ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾ ക്രിയേറ്റ് ചെയ്യുക. ഞാനാണെന്നുണ്ടെങ്കിൽ എനിക്കുള്ള അറിയാവുന്ന കുറച്ച് കാര്യങ്ങളൊക്കെയാണ് ഞാൻ ഷെയർ ചെയ്യുന്നത്. അപ്പോൾ അത് നമ്മളാരെയും നിർബന്ധിക്കുകയല്ല നിങ്ങളെല്ലാവരും ഇതുപോലെ ചെയ്യണം തുടങ്ങണമെന്നല്ല. നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾ ക്രിയേറ്റ് ചെയ്ത് നോക്കുക എന്നുള്ളതാണ്. എനിക്കാണെങ്കിൽ ഇതിനെക്കുറിച്ച് മുഴുവനായിട്ടും കാര്യങ്ങൾ അറിയാവുന്ന ഒരാളൊന്നുമല്ല. ഞാൻ പറഞ്ഞില്ല, ഞാനും പല വീഡിയോസും കാര്യങ്ങളും ഒക്കെ കണ്ടിട്ടാണ് ഇതിനെക്കുറിച്ചൊക്കെ അറിഞ്ഞതും കാര്യങ്ങളൊക്കെ. ഓക്കെ, അപ്പോൾ ഇനി ഞാൻ നമ്മുടെ ഈ ഒരു മീഷോ അക്കൗണ്ട് ബ്ലോക്ക് ആകാനായിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ച് പറയാം. ഞാൻ പിന്നെ എപ്പോഴെങ്കിലും ഇതിനെക്കുറിച്ച് ഡീറ്റെയിൽഡ് ആയിട്ടൊരു വീഡിയോ ചെയ്യാം. ഇപ്പോൾ ഞാൻ കുറച്ച് കാര്യങ്ങളൊന്ന് മെൻഷൻ ചെയ്തേക്കാം. അതായത് നമുക്കിപ്പോൾ പ്രൊഡക്ട്സ് സെയിൽ ചെയ്യണം. അപ്പോൾ നമുക്കൊരു ഓർഡർ കിട്ടുന്ന സമയത്ത് നമ്മളത് അക്സെപ്റ്റ് ചെയ്യുന്നു. ഈ അക്സെപ്റ്റ് ചെയ്തിട്ട് നമ്മളിങ്ങനെ റിപ്പീറ്റഡ് ആയിട്ട് ഇങ്ങനെ ക്യാൻസൽ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ ഇത് ശരിക്കും ഈ ഒരു മീഷോയെ തന്നെയാണ് ഇത് ബാധിക്കുക. അതായത് നമ്മൾ മീഷോയിലാണ് ആൾക്കാർ സാധനങ്ങൾ ഓർഡർ ചെയ്യുക. അപ്പോൾ ഈ ഓർഡർ ചെയ്യുമ്പോഴും ഇപ്പുറത്ത് നിൽക്കുന്ന ആൾക്കാർ നമ്മളത് ഓർഡർ അക്സെപ്റ്റ് ചെയ്തിട്ട് പിന്നെ അത് ക്യാൻസൽ ചെയ്യുക അല്ലെങ്കിൽ അങ്ങനെയൊക്കെ ചെയ്യുക. നമ്മുടെ പ്രൊഡക്ട്സ് നമുക്കവിടെ മെൻഷൻ ചെയ്യാനായിട്ട് പറ്റും എത്രയുണ്ട് എന്നൊക്കെയുള്ളതിൻ്റെ കാര്യങ്ങളൊക്കെ. അപ്പോൾ അവിടെ നമ്മൾ ഔട്ട് ഓഫ് സ്റ്റോക്ക് ആണെന്നുണ്ടെങ്കിൽ അത് നമ്മൾ കൃത്യമായിട്ട് അവിടെ മെൻഷൻ ചെയ്തിരിക്കണം. അതല്ലാതെ നമുക്കവിടെ നമ്മൾ ഇത്ര ക്വാണ്ടിറ്റി പ്രൊഡക്ട്സ് ഉണ്ടെന്ന് പറഞ്ഞിട്ട് നമ്മൾ ഓർഡർ അക്സെപ്റ്റ് ചെയ്തിട്ട് പിന്നെ നമ്മൾ ക്യാൻസൽ ചെയ്യാൻ ശ്രമിക്കുക ഒക്കെ ആണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഈ ഒരു അക്കൗണ്ടിനെ അത് ബാധിക്കുന്നതാണ്. പിന്നെ ഡിസ്പാച്ച് ടൈം കഴിഞ്ഞാലും ഓട്ടോമാറ്റിക്കലി ഈ ഒരു ഓർഡർ ക്യാൻസലായി പോകുന്നതാണ്. അപ്പോൾ അതങ്ങനെ വരാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ കൃത്യസമയത്തിനുള്ളിൽ ഡിസ്പാച്ച് എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഒരു പ്രോസസ്സിംഗ് ആണ്. അതായത് നമുക്ക് ഓർഡർ കിട്ടി, അത് അക്സെപ്റ്റ് ചെയ്തു, അത് നമ്മൾ അയക്കുന്ന ആ ഒരു പ്രോസസ്സിനാണ് ഈ ഡിസ്പാച്ച് എന്ന് പറയാം. അപ്പോൾ അത് നമ്മൾ കൃത്യസമയത്തിനുള്ളിൽ അതായത് കസ്റ്റമറിന് അത് അയച്ചു കൊടുത്തിട്ടില്ല എന്നുണ്ടെങ്കിൽ അത് ഓട്ടോമാറ്റിക്കലി നമ്മുടെ ഈ ഒരു ഓർഡർ ക്യാൻസലായി പോകുന്നതാണ്. അങ്ങനെ റിപ്പീറ്റഡ് ആയിട്ട് ക്യാൻസലിങ് വന്നാൽ നമ്മുടെ ഈ ഒരു അക്കൗണ്ട് ബ്ലോക്കായി പോകുന്നതാണ്. നമ്മൾ പ്രോഡക്ട്സിൻ്റെ കാര്യങ്ങളൊക്കെ നമ്മൾ അപ്ലോഡ് ചെയ്യും. അതായത് ഫോട്ടോസും അതിൻ്റെ ഡീറ്റെയിൽസും ഒക്കെ അതിൻ്റെ കാറ്റലോഗ് അപ്ലോഡിംഗ് എന്നാണ് പറയുന്നത്.
അപ്പോൾ ആ ഒരു സമയത്ത് നമുക്ക് പ്രൊഡക്റ്റിൻ്റെ ഫോട്ടോസൊക്കെ കൊടുക്കേണ്ടി വരും. അപ്പോൾ നമ്മൾ ഈ ഒറിജിനലായിട്ടുള്ള ഫോട്ടോസ് കൊടുക്കുക. അതല്ലാതെ നമ്മളിപ്പോൾ ഗൂഗിളിൽ നിന്നൊക്കെ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതിന് കോപ്പിറൈറ്റ് കിട്ടാനായിട്ടുള്ള സാധ്യതയുണ്ട്. എപ്പോഴും നമ്മൾ നമ്മുടെ ഒറിജിനൽ ഫോട്ടോസ് തന്നെ പ്രൊഡക്ട്സിൻ്റെ കൊടുക്കാനായിട്ട് ശ്രമിക്കുക. പിന്നെയെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ നിരോധിത ഉൽപ്പന്നങ്ങളൊക്കെ ഇപ്പോൾ മീഷോ നമുക്ക് നല്ലൊരു പ്ലാറ്റ്ഫോം തരുന്നു. നമ്മൾ അതിനെ ദുരുപയോഗം ചെയ്യാതിരിക്കുക. നമ്മൾ ഡ്രഗ്സ് അല്ലെങ്കിൽ മറ്റ് കാര്യങ്ങളൊക്കെ നിരോധിത ഉൽപ്പന്നങ്ങൾ നമ്മൾ ഇതിലൂടെ സെയിൽ ചെയ്യാതിരിക്കുക. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ അക്കൗണ്ട് എന്നേക്കുമായിട്ട് നമുക്ക് നഷ്ടപ്പെടാനായിട്ടുള്ള സാധ്യതയുണ്ട്. പിന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ് ഡയറക്റ്റ് ഷിപ്പിംഗ് ചെയ്യാതിരിക്കുക. ഇപ്പം ഞാൻ തന്നെ മുന്നേ കാണിച്ചിട്ടുണ്ടായിരുന്നല്ലോ, എനിക്ക് കുറേ സമയം എടുത്തിട്ടുണ്ടായിരുന്നു അവർ വന്നെടുക്കാനായിട്ട്. അപ്പോൾ പിക്കപ്പ് ചെയ്യാനായിട്ട് ചില സമയത്ത് ലാഗ് വരാം. അപ്പോൾ അത് ചില സമയത്ത് അവർക്ക് മാത്രമേ അറിയുള്ളൂ അവരെന്താണ് ഇത്രയും താമസിക്കുന്നത് എന്നുള്ളത്. ചില സമയത്ത് ഓഫ് ഡേ ഒക്കെ ആണെന്നുണ്ടെങ്കിലും ലാഗ് വരാം. അപ്പോൾ നമ്മൾ അങ്ങനെ വരുന്ന സമയത്ത് നമ്മൾ ഡയറക്റ്റായിട്ട് നമ്മളത് കസ്റ്റമേഴ്സിന് അയച്ചു കൊടുത്തു കഴിഞ്ഞാൽ, അത് ഡയറക്റ്റ് ഷിപ്മെൻറ്റ് നടത്തുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ അക്കൗണ്ടിനെ അത് ബാധിക്കുന്നതാണ്. അപ്പോൾ അങ്ങനെയൊന്നും ചെയ്യാതിരിക്കുക. കൊറിയർ പാർട്ട്നേഴ്സ് തന്നെ വന്ന് എടുത്തിട്ട് പോകാനായിട്ട് നമ്മൾ വെയിറ്റ് ചെയ്യുക. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മുടെ അക്കൗണ്ട് ബ്ലോക്ക് ആവാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. പിന്നെ ഒരാൾ കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു, ഇത്രയും മോശമായിട്ടുള്ള പ്ലാൻസ് ഒക്കെയാണോ നിങ്ങൾ സെയിൽ ചെയ്യുന്നത്, ഇതിലും നല്ല പ്ലാൻസ് ഒക്കെ സെയിൽ ചെയ്യുന്നവരുണ്ടല്ലോ, നിങ്ങൾ അവരുടെയൊക്കെ വീഡിയോസ് കണ്ടു നോക്കൂ എന്നൊക്കെ പറഞ്ഞിട്ട് ഒരാൾ കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് പറയാനായിട്ടുള്ളത്, ഇപ്പം ഞാൻ ജസ്റ്റ് ഒരു സ്റ്റാർട്ട് ചെയ്തതാണ് ഈ ഒരു അക്കൗണ്ട്. അപ്പോൾ എനിക്കുള്ള പ്ലാൻസ് ഒക്കെയാണ് ഞാൻ സെയിൽ ചെയ്യുന്നത്. അപ്പോൾ അവർ പറഞ്ഞതെന്ന് വെച്ചാൽ മീഷോ ചുമ്മാതല്ല എല്ലാവരും പറയുന്നത് മീഷോ തട്ടിപ്പാണെന്നൊക്കെ ഉള്ളത്. ഇപ്പം ഞാൻ മീഷോയിൽ നിന്നും ഫ്ലിപ്കാർട്ടിൽ നിന്നും ഒക്കെ തന്നെ സാധനങ്ങൾ പർച്ചേസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ചില സാധനങ്ങളൊക്കെ എനിക്ക് ഇഷ്ടമല്ലാത്തത് ഞാൻ റിട്ടേൺ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ മീഷോയിൽ നിന്ന് തന്നെ എനിക്ക് ഏകദേശം ഞാൻ കുറേ അധികം ഡ്രസ്സുകളൊക്കെ തന്നെയാണെങ്കിൽ ഞാൻ വാങ്ങിയിട്ടുണ്ട്. ചിലതൊക്കെ എനിക്ക് ക്വാളിറ്റി തോന്നിയിട്ടുണ്ട്, ചിലതത്ര നല്ലതായിട്ട് തോന്നിയിട്ടില്ല. അല്ലാത്തതൊക്കെ ഞാൻ റിട്ടേൺ ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഞാൻ ഫ്ലിപ്കാർട്ടിൽ നിന്നാണെങ്കിലും സാധനങ്ങൾ വാങ്ങിയിട്ട് ചിലതൊന്നും എനിക്ക് അത്ര ഓക്കെ ആവാതെ ഞാൻ റിട്ടേൺ ചെയ്തിട്ടുണ്ട്. അപ്പം ഓരോരുത്തർക്കും ഓരോ അഭിപ്രായങ്ങളാണ്. ഇപ്പോൾ അവരുടെ എക്സ്പീരിയൻസ് വെച്ചിട്ടാണ് ഓരോരുത്തരും പറയുക ഇന്ന സാധനങ്ങൾ അല്ലെങ്കിൽ ഇന്നത് കൊള്ളത്തില്ല, ഇന്നത് നല്ലതാണെന്നൊക്കെ പറയാം. ഞാൻ ഈ കാണിച്ചിട്ടുള്ള പ്ലാൻസുകളൊക്കെ നിങ്ങൾ മീഷോയിലൊന്ന് സെർച്ച് ചെയ്ത് നോക്കുക. ഈ പ്ലാൻസുകളൊക്കെ തന്നെ അവിടെ ഉണ്ട്. അപ്പോൾ ആ വിൽക്കുന്ന ആൾക്കാരെല്ലാം എന്താ പൊട്ടന്മാരാണോ? അല്ല. അപ്പോൾ എല്ലാവർക്കും എല്ലാ പ്ലാൻസും കാര്യങ്ങളും ഒക്കെ തന്നെ അതിനകത്ത് സെയിൽ ചെയ്യാനായിട്ട് പറ്റും. ചിലർക്കത് കാണുമ്പോൾ ചില പ്രശ്നങ്ങളുണ്ടാവും, ചില കുന്തളിപ്പുകളൊക്കെ ഉണ്ടാവും. അപ്പോൾ അതിൻ്റെ ഒരു ഉത്തരവാദിത്വം എൻ്റെ മേലിലല്ല, അല്ലെങ്കിൽ എനിക്കല്ല അതുള്ളത്. ഇപ്പോൾ ആൾക്കാർ പല രീതിയിൽ ചിന്തിക്കും, പല രീതിയിൽ പല കാര്യങ്ങളും പറയും. ഇപ്പം ഞാൻ പറയുന്നുണ്ട്, എനിക്കിപ്പോൾ ഉള്ള പ്ലാൻസാണ് ഞാൻ അതിനകത്തൂടെ സെയിൽ ചെയ്യുന്നത്. ഇപ്പോൾ എനിക്ക് ചിലതിനൊക്കെ ഓർഡേഴ്സ് കിട്ടിയിട്ടുണ്ട്, ചിലതിനൊന്നും ഓർഡർ കിട്ടിയിട്ടില്ല, അങ്ങനെയാണ്. പിന്നെ ഞാൻ അതിനകത്ത് ഒരു കാര്യം, നല്ല വിമർശനങ്ങൾ നമുക്ക് നല്ല രീതിയിൽ എടുക്കാം. ശരിയാണ്, എനിക്ക് അതിന് മാത്രം വലിയതായിട്ടുള്ള പ്ലാൻസും കാര്യങ്ങളും ഇല്ല. പക്ഷേ ഞാൻ കുറച്ച് കഴിയുമ്പോൾ എന്തായാലും കുറച്ച് പ്ലാൻസുകളൊക്കെ ഞാൻ വാങ്ങാനായിട്ട് വിചാരിക്കുന്നുണ്ട്. അപ്പോൾ അത് ഞാനപ്പോൾ നിങ്ങളെ കാണിച്ചു തരാം. പിന്നെ വേറെ കുറച്ച് പ്ലാൻസ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ ഞാൻ കുറച്ചൊക്കെ നട്ടുപിടിപ്പിക്കുന്നുണ്ട്. ഇപ്പോൾ നമ്മൾ ഇന്ന പ്ലാൻസേ സെയിൽ ചെയ്യാവോ, നീ ഇന്നതേ ചെയ്യാവോ എന്നൊന്നും ഇല്ലല്ലോ. നമ്മുടെ ഇഷ്ടമാണ് നമ്മൾ പ്ലാൻസ് സെയിൽ ചെയ്യുന്നതും ഒക്കെ. അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെയാണ് എനിക്ക് ഈ ഒരു മീഷോ സപ്ലയർ അക്കൗണ്ടിനെ കുറിച്ചൊക്കെ പറയാനായിട്ടുള്ളത്. അപ്പോൾ എന്തെങ്കിലും ഡൗട്ട്സും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പറയാൻ, ഞാൻ അറിയാവുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് എന്തായാലും റിപ്ലൈ ചെയ്യുന്നതായിരിക്കും. പിന്നെ ഞാനും മുഴുവനായിട്ട് എല്ലാ കാര്യങ്ങളൊന്നും അറിഞ്ഞിട്ടൊന്നും അല്ല ഈ ഒരു അക്കൗണ്ട് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളതും ഒക്കെ. അപ്പോൾ നിങ്ങൾക്കും എന്തെങ്കിലുമൊക്കെ എനിക്ക് എന്തെങ്കിലും സജഷൻസ് ഒക്കെ തരാനുണ്ടെങ്കിൽ തരിക. യൂട്യൂബിൽ സെർച്ച് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ കുറേ ആൾക്കാരിങ്ങനെ സെയിൽ ചെയ്യുന്നതായിട്ടൊക്കെ കാണാൻ പറ്റും. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ വീഡിയോ ഒന്ന് ഹൈപ്പ് ചെയ്യണം. അതാണ് ഇപ്പോൾ പ്രധാനമായിട്ട് എല്ലാവരും ചെയ്യേണ്ടത്. ഹൈപ്പ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. എൻ്റെ പഴയ വീഡിയോസ് കൂടെ ഒക്കെ കാണുക. ഇപ്പോൾ ഞാനിപ്പോൾ ഈ ഒരു വീഡിയോ കൂടെ കൂട്ടി 3 വീഡിയോസാണ് ഇപ്പോൾ ഞാനൊരു മീഷോ ഈ ഒരു സെല്ലിങ്ങിനെ കുറിച്ച് ഇട്ടിട്ടുള്ളത്. അപ്പോൾ ഇത് 3ഉം നിങ്ങൾ കാണുക, സപ്പോർട്ട് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് വരാം. Bye.